രാവിലെ ഈശോ തടാകം വഴി കഫർനാമിലേക്ക് തിരിച്ചു പോന്നു. വരുന്നത് ഈശോയാണെന്ന് ദൂരെ നിന്ന് കണ്ട ജനങ്ങൾ ഉടനെ അവിടെ തടിച്ചുകൂടി. പെട്ടെന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് ആരോ തള്ളിക്കേറി. ആളുകൾ ഇരുവശത്തേക്ക് മാറി. ദുഃഖിതനായൊരു മനുഷ്യൻ ഈശോയുടെ കാൽക്കൽ വന്നു വീണു. സിനഗോഗിലെ നേതാക്കന്മാരിൽ ഒരാളായ ജയറസ് ആയിരുന്നു അത്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകൾ മരിക്കാറായിരിക്കുന്നു. അങ്ങ് വന്ന് എൻ്റെ കുഞ്ഞിൻ്റെ മേൽ ഒന്ന് കൈവയ്ക്കണമേ. അങ്ങനെ ചെയ്താൽ അവൾ ജീവിക്കും. ആ പിതാവിൻ്റെ ദുഃഖം കണ്ടിട്ട് ഈശോയ്ക്ക് വലിയ സങ്കടം തോന്നി. ഉടനെ അവിടുന്ന് അയാളുടെ കൂടെ വീട്ടിലേക്ക് പോയി. ആളുകൾ പിന്തുടർന്നു. പോകുന്ന വഴിക്ക് ഈശോ പെട്ടെന്ന് ചോദിച്ചു, ആരാണ് എന്നെ തൊട്ടത്? ആ ചോദ്യം കേട്ടിട്ട് എല്ലാവർക്കും അത്ഭുതമായി. ആ ബഹളത്തിൽ പലരും തൊട്ടിരിക്കാൻ ഇടയുണ്ടല്ലോ എന്ന് പറയാൻ ധൈര്യപ്പെട്ടത് പത്രോസ് മാത്രമാണ്. പക്ഷേ ഈശോ ഉറപ്പിച്ചു പറഞ്ഞു, ആരോ എന്നെ തൊട്ടിട്ടുണ്ട്. കാരണം എന്നിൽ നിന്ന് ശക്തി പ്രവഹിച്ചിരിക്കുന്നു. ഈശോയും ചുറ്റും കൂടിയിരുന്നവരും നിശ്ചലരായി നിന്നു. ഒന്നും സംഭവിച്ചില്ല. തെല്ല് കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ മുന്നോട്ട് വന്നു. ഈശോയുടെ കാൽക്കൽ മുട്ടുകുത്തിക്കൊണ്ട് തുറന്നു പറഞ്ഞു, സുഖം പ്രാപിക്കാൻ വേണ്ടി അവളാണ് അവിടുത്തെ ഉടുപ്പിൻ്റെ അറ്റത്ത് തൊട്ടത് എന്ന്. തുടർന്നവൾ കാര്യം വിസ്തരിച്ചു പറഞ്ഞു. 12 വർഷമായിട്ട് അവൾ ഒരു രക്തസ്രാവക്കാരിയായിരുന്നു. ചികിത്സയേറെ ചെയ്തു. ഫലം തെല്ലുമുണ്ടായില്ല. ഈശോ സ്നേഹത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തിൽ പോവുക. ഈശോ ഇത് പറഞ്ഞു തീരുന്നതിന് മുൻപ് ജയറസിൻ്റെ ഒരു വേലക്കാരൻ ഓടി വന്ന് യജമാനനോട് പറഞ്ഞു, അങ്ങയുടെ മകൾ മരിച്ചുപോയി. ഗുരുവിനെ ഇനി ബുദ്ധിമുട്ടിക്കേണ്ടതില്ല. ദുഃഖിതനായ പിതാവിൻ്റെ അടുക്കിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഈശോ പറഞ്ഞു, പേടിക്കേണ്ട, വിശ്വാസം മാത്രം ഉണ്ടായിരിക്കുക. അവൾ ജീവിക്കും. അവർ വീടിനോടടുത്തതോടെ ബഹളം കേൾക്കാമായിരുന്നു. അവിടെ കൂട്ടക്കരച്ചിലാണ്. ഈശോ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരഞ്ഞ് ബഹളം കൂട്ടുന്നത്? അവിടുന്ന് തുടർന്നു, ആ പെൺകുട്ടി ഉറങ്ങുകയാണ്, മരിച്ചിട്ടില്ല. പക്ഷേ അവർ പുച്ഛിച്ചുകൊണ്ട് ചിരിച്ചു. അദ്ദേഹം വീട്ടിലേക്ക് കയറിയപ്പോൾ എല്ലാവരും പിന്നാലെ നീങ്ങാൻ നോക്കി. എന്നാൽ പത്രോസ്, ജെയിംസ്, ജോൺ, പെൺകുട്ടിയുടെ മാതാപിതാക്കൾ എന്നിവരെ മാത്രമേ അകത്തു കയറാൻ ഈശോ അനുവദിച്ചുള്ളൂ. മരിച്ച കുഞ്ഞിൻ്റെ കൈ തൻ്റെ കയ്യിലെടുത്തുകൊണ്ട് ഈശോ പറഞ്ഞു, കുഞ്ഞെ, എഴുന്നേൽക്കൂ. അവൾ പെട്ടെന്ന് എഴുന്നേറ്റ്. ക്രിസ്തുവിൻ്റെ സ്നേഹവും ശക്തിയും കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. സംഭവിച്ചതിനെപ്പറ്റി ആരും പുറത്തു പറയരുത് എന്ന് ഈശോ കൽപ്പിച്ചു.